ദേ നിന്നെ വിശ്വസല്ലേ എന്റെ വീട്ടുകാരെ പോലും കണ്ടിട്ട് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നത്. എന്നിട്ട് ഇപ്പൊ ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ, നിന്റെ പേര് എഴുതിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളെ. ഒന്ന് പതുക്കെ പറ വേണേ. നിന്നോട് ഞാൻ പറഞ്ഞു ഇന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ. ഞാൻ പറഞ്ഞല്ലേ ചേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന്. ചേട്ടൻ 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 എന്ത് പറഞ്ഞാലും ഒരു ചേട്ടനോട് ആണുങ്ങളായ കുറച്ച് ധൈര്യമൊക്കെ വേണം. ചേട്ടനല്ലേ, അച്ഛനൊന്നും അല്ലല്ലോ. അയ്യോ എനിക്ക് കുറച്ച് സാവകാശം താടി. ചേട്ടനെ കല്യാണം കഴിയുന്ന വരെയല്ലോ ഞാൻ നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. എന്റെ കല്യാണമേ അടുത്ത വർഷമല്ല, അടുത്ത ആഴ്ചയാ. നിനക്ക് കാര്യം പറയാൻ വയ്യെങ്കിൽ അയാളോട് ഞാൻ പറഞ്ഞോളാം. എവിടെ അയാള്? ചേട്ടാ നമസ്കാരം, എന്റെ പേര് മിക്കു. ഞാൻ ഇവിടുത്തെ കുട്ടുമായിട്ട് ഇഷ്ടത്തില്ല. ചേട്ടന് വല്ല പരാതിയുണ്ടോ? ചേട്ടന് പെണ്ണ് കിട്ടാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല. പിന്നെ ചേട്ടൻ ഞങ്ങളുടെ ഇടയിൽ ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് അത്ര ശരിയല്ല. വിലങ്ങുതടിയോ? ഞാനാ? അതെ. ചേട്ടന്റെ പേരെന്താന്നാ പറഞ്ഞേ? വിനീഷ്. വിലങ്ങുതടി വിനീഷ്. എന്റെ മോളെ, ഇത് നിങ്ങളുടെ വീടല്ലേ? നിനക്ക് ഇവിടെ കയറി താമസിച്ചൂടെ? ഞാൻ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവനും കൂടെ അവകാശപ്പെട്ട വീടല്ലേ? അവൻ വല്ലതൊക്കെ പറഞ്ഞ് കൊച്ചിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ചേട്ടൻ ഭയങ്കര ദേശക്കാരനാണ്, ഭയങ്കര സാധനമാണ്, വീട്ടിൽ കയറ്റത്തില്ലെന്നൊക്കെ. അയ്യോ സോറി ചേട്ടാ, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മോളെ. ഞാൻ ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നേ. സത്യത്തിൽ ചേട്ടൻ ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പൊടി കള്ളി അതോട് കയറിയിരിക്കും. അയ്യോ, നിന്നെ വിളിച്ചോണ്ട് വരുന്ന കാര്യം അവൻ എന്നോട് പറഞ്ഞില്ല. പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നു. കുഴപ്പമില്ല ചേട്ടാ, ഇന്നൊരു ദിവസം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അയ്യോ മോൾ ഇങ്ങോട്ട് വന്ന് കയറിയ ദിവസം തന്നെ നിന്നെ അങ്ങോട്ട് ഹോട്ടലിൽ പോയി കഴിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് ചേർന്ന പരിപാടിയല്ല. നീ ഒരു കാര്യം അവൻ്റെ ഒരു 500 രൂപ മേടിച്ചോ, ഞാൻ കടയിൽ പോയി മേടിച്ചോണ്ട്. 500 രൂപയല്ലേ? അത് ഞാനിപ്പോ അവൻ്റെ നിന്ന് മേടിച്ചു തരാം. ആ ആയിക്കോട്ടെ. നീ എന്തൊക്കെയാടാ ആ പാവ മനുഷ്യനെ പറ്റി പറഞ്ഞത്? പാവൊന്നുമല്ല, പഞ്ചപാവം. നീ ഒരു 500 രൂപ തന്നേ. ചേട്ടൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 500 രൂപ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ക്യാഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാർഡായാലും മതി. ചേട്ടൻ കാർഡുള്ള കടയിൽ പൊക്കോളൂ. ചേട്ടൻ കാർഡുള്ള കടയിൽ പോക്കോളാം. കാശ് ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കുന്നു. ചേച്ചി കാശൊന്നും മേടിച്ച് താ. കൊണ്ടുവരാ, ചേട്ടൻ ചോദിക്കുന്നുണ്ടില്ലേ? ചേച്ചി നീ ഒരു സത്യം പറയട്ടെ, ഈ ചേട്ടൻ ഇട്ടിരിക്കുന്ന നിക്കറ് വരെ ഞാൻ മേടിച്ചു കൊടുത്തേ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിന് ആകെ സ്വന്തമായിട്ടുള്ളത് തിന്നാനൊരു വായും നിറയ്ക്കാനൊരു വയറും മാത്രമാണ്. വിശക്കുമ്പോൾ ചേട്ടാ വിശക്കുന്നേ എന്ന് പറഞ്ഞ് കരയാൻ മാത്രമേ മാൻ്റെ ഇദ്ദേഹത്തിന് അറിയൂ. ചേട്ടാ പ്ലീസ് അപമാനിക്കരുത്. നിങ്ങളമ്മ എവിടെ വെച്ചാ പരിചയം? ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്തു. അതും എന്റെ വൈഫ് ബ്യൂട്ടി. എനിക്കതൊന്നും അറിയില്ലായിരുന്നു ചേട്ടാ. ഞങ്ങൾ തമ്മിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമൊന്നുമല്ല. പിന്നെ മിനിഞ്ഞാന്ന് രാത്രി തൊട്ട് തുടങ്ങിയതാ. സന്തോഷായി. ചേട്ടാ ഒരു പ്രശ്നമുണ്ട്, എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ എഴുത്തൊക്കെ എഴുതി വെച്ചിട്ടാ വന്നേ. അപ്പൊ എഴുത്തുമാനൊക്കെ അറിയാല്ലേ? എന്നിട്ടാണോ ഇവന്റെ കൂടെ ഇറങ്ങി വന്നേ? ഞാൻ ചേട്ടനോടൊരു സത്യം പറയട്ടെ? ധൈര്യമായിട്ട് പറ, നമ്മുടെ ചേട്ടനല്ലേ. ചേട്ടാ എനിക്ക് ഇവന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മാറി നിന്നാലോ? നല്ല തീരുമാനം. പറഞ്ഞു എന്തോ കാര്യം? ചേട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്ക് അവനോട് വലിയ പ്രേമൊന്നുമില്ല. പിന്നെ നീ എന്തിനാ അവന്റെ കൂടെ ഇറങ്ങി വന്നേ? അതൊരു ശോക കഥയാ. ശോകമാണെന്ന് എനിക്ക് മനസ്സിലായി, കാര്യം പറ. അടുത്ത ആഴ്ച ഒരു സൈക്കോ ആയിട്ട് എന്നെ കല്യാണം ഉറപ്പിച്ചേക്കുവാ. എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? അതെന്താ ഇഷ്ടമല്ലാത്തെ? അവൻ ടോക്സിക്കാണ് ചേട്ടാ. എൻഗേജ്മെന്റിന് അന്ന് എന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ച്. അയ്യേ ഇവന്മാരൊക്കെ എന്ത് ഇങ്ങനെ? അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഏതേലും ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോന്ന് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 4 പാടും വല വീശി. എന്നിട്ട് ഈ തുപ്പല് കുത്തിയെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ? ഇടി ഇവനൊക്കെ വല കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് കളയുന്ന കൂട്ടത്തിലുള്ളതാ. തുപ്പല് കുത്തി അത് ഇവിടെ വന്നപ്പോഴല്ലേ ചേട്ടാ ഞാൻ അറിഞ്ഞത്. നീയിപ്പോ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. എന്റെ വീട്ടുകാരെ കാര്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. വേണ്ട ചേട്ടാ, ആ ടോക്സിക്കിനെ അവരെന്റെ തലയെ കെട്ടി വെക്കും. ഞാൻ ഇവിടെ നിന്നോട്ടെ. എടി ഇവിടെ നിക്കാന്ന് പറഞ്ഞാൽ ഇവൻ ആരാന്ന് നിനക്കറിയോ? 18 വയസ്സ് തികയുന്നതിന് മുന്നേ ഒരു പെണ്ണിനെ ഇറക്കി കൊണ്ടുവന്നു. 6 മാസമാണ് പോക്സോ കേസിൽ അകത്ത് കിടന്നത്. ഇപ്പൊ ജാമ്യത്തിലാ. ഇവനല്ല, ഇവനെ ഇറക്കിക്കൊണ്ടുവന്ന ആ പെണ്ണ്. അവക്ക് 18 തികഞ്ഞായിരുന്നു, ഇവനാ 18 തികഞ്ഞത്. ഈശ്വരാ, എന്തെല്ലാണ്ട് ഇപ്പൊ മനുഷ്യരല്ല ചേട്ടാ. അതാ ഞാൻ പറഞ്ഞത്, മര്യാദക്ക് വീട്ടിൽ പോ. ഞാൻ പോകുന്നില്ല, ഞാൻ ചേട്ടൻ്റെ കൂടെ നിന്നോളാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ അവന്റെ കൂടെ നിക്കത്തുള്ളൂ? അവന്റെ കൂടെ അല്ല, ചേട്ടന്റെ കൂടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നിന്റെ അത്രയും പ്രായമുള്ള കൊച്ചിനെ ദത്തെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കല്യാണം കഴിക്കുന്ന കാര്യം വേണ്ട പറഞ്ഞത്. ചേട്ടനമ്മ നല്ല ജോലിയുണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഇപ്പൊ എന്റെ മുന്നിൽ ചേട്ടനൊക്കെ നല്ല ഓപ്ഷൻ വേറെ ഇല്ല. അമ്മേ പ്രഷറിന്റെ ഗുളി കഴിച്ചില്ല, തല ഇറങ്ങുന്നു. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 18 തികഞ്ഞു ചേട്ടാ. ഞാൻ 2 തവണ 18 കഴിഞ്ഞവനാ. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ. ചേട്ടനാകുമ്പോ ഒരു അങ്കിളിന്റെ വാത്സല്യവും കിട്ടും, ഹസ്ബൻഡിന്റെ സ്നേഹവും കിട്ടും. എനിക്കത് മതി ചേട്ടാ. എന്താ എടി ചേട്ടൻ സമ്മതിച്ചു? ചേട്ടത്തെ വേണം മുഖത്ത് നോക്കി എടി പൊടി വിളിച്ച് സംസാരിക്കുമ്പോഴാ? ചേട്ടത്തിമ്മയോ? അതപ്പാ ജസ്റ്റ് നോ. ചേട്ടത്തമ്മയുടെ സാധനങ്ങൾ എടുത്ത് അകത്തോണ്ട്, എന്നിട്ട് നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് എരുത്തിലോട്ട് താമസം പറ്റിക്കണം. ഞാൻ കുറച്ച് പ്രൈവസി ചെയ്ത് പോകണം അല്ലേ മോളത്തെ? എന്ത് തൈര്